ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്ക് സ്വാഗതം. അടിയന്റെ വിനീതമായ നമസ്കാരം. ഗൗരഭാഗവത്തിലേക്ക് നമുക്ക് കിടക്കാം. ഗൗരഭാഗവതം ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള ലീലകളാണ്. ആരാണ് ചൈതന്യ മഹാപ്രഭു? ആദ്യമായിട്ട് കേൾക്കുന്ന ഭക്തർക്കായിട്ട് പറയുകയാണ്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ തന്നെ അവതാരമാണ്. കലിയുഗത്തിൽ നമ്മൾ എങ്ങനെ നാമം ജപിക്കണം, ഭക്തി എങ്ങനെ പരിശീലിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കാനായിട്ട് സാക്ഷാൽ ഭഗവാൻ തന്നെ ഭക്തനായിട്ട് വരികയാണ്. ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തയായ ശ്രീമതി രാധാറാണിയുടെ ആ ഭാവത്തിലൂടെയാണ് ഭഗവാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ നിറം കാർമുകിൽ നിറത്തിന് പകരം സുവർണ്ണ നിറമായിട്ട് മാറുകയാണ്. അങ്ങനെ വളരെ അത്ഭുതകരമായിട്ടുള്ള, ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ള അതിമനോഹരമായിട്ടുള്ളൊരു അവതാരമാണ് ചൈതന്യ മഹാപ്രഭു. ആ അവതാരത്തെക്കുറിച്ച് നമ്മൾ പല വ്യക്തികൾക്കും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം. കാരണം അതൊരു രഹസ്യ അവതാരം കൂടെയാണ്. കാരണം ഒന്ന്, ആ അവതാരത്തെക്കുറിച്ച് അറിയാനുള്ള യോഗ്യത നമുക്കില്ല. കാരണം ആ അവതാരത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇനിയൊരു ജന്മം നമുക്കിവിടെ എടുക്കേണ്ടി വരത്തില്ല. ഈ ഒരു ജന്മത്തിൽ തന്നെ ഭഗവാന്റെ പരമോന്നത വൈകുണ്ഠമായ ഗോലോക വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ളൊരു ലോകമാണ്. അന്നേരം ആ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ ഗൗരഭാഗവതം ചർച്ച ചെയ്യുകയാണ്. ഇത് നിങ്ങളുടെ വലിയൊരു സൗഭാഗ്യമാണ്, ഈ ഒരു ലീലകൾ കേൾക്കാൻ കഴിയുക എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഹൃദയ പരിവർത്തനം ഉണ്ടാകുന്ന ഇതിലൊരു സംശയമില്ല. ഭഗവാന്റെ വേറൊരു പേര് ഗൗരാംഗൻ എന്നാണ്. കാരണം ഭഗവാന്റെ നിറം സ്വർണ്ണ നിറമാണ്. ശ്രീമതി രാധാറാണിയുടെ അതേ നിറം സ്വീകരിച്ചിരിക്കുകയാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന്റെ അടുത്തൊരു പേര് ഗൗരാംഗൻ എന്നാണ്. ആ ഭഗവാനെ ഗൗരാംഗൻ എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ഗൗര എന്ന് വിളിക്കാറുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു ശൃംഖലയുടെ പേര് ഗൗരഭാഗവതം എന്ന്. തുടർച്ചയായിട്ട് നമ്മൾ ഗൗർ പൂർണിമ വരെ, ചൈതന്യ മഹാപ്രഭു അവതരിച്ച ദിവസമാണ് ഗൗർ പൂർണിമ. അതായത് ഈ വർഷം അത് മാർച്ച് 14-ാം തീയതിയാണ്. ഈ വരുന്ന മാർച്ച് 14-ാം തീയതി അന്ന് ആശ്രമത്തിൽ ഗൗർ പൂർണിമ ആഘോഷിക്കുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചർച്ച തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതഃ സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വരൂപഗതാമയം ദദാതി സ്വപദാന്തിയം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥം വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണ ലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ കൃഷ്ണപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപ്രദായ സ്വാമിനിതി നാമിനെ. നമാചാര്യപാദായ വിതാകൃപപ്രദായിനി ഗൗരകൃതാദാമിതായ നഗരഗ്രാമചാര്യ. നമോ കൃഷ്ണപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശകാരിണി. നമോ കൃഷ്ണപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതി നാമിനെ. ശ്രീഭാഷമാനവീ ദേവി ദയിതായ കൃപാബ്ധിയേ കൃഷ്ണസമ്പദ്ദ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിദിത സിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ
നമോ ഗൗരകിഷോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തൈ വിപ്രലംബരസാംബൂദൈ പാദാംബുജായതേ നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ നമഃ നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ ജയതാം സുരദോ പങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വപാദാംബോജോ രാധാമദനമോഹനം ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പൃഷ്ഠാലഭ്യ സേവ്യപാദസ്മരാമി ശ്രീമദ്രാസരസാരംഭി വംശീ വടതലസ്ഥിതകർഷൻ വേണുസ്വനേൽ ഗോപീനാഥ ശ്രീസ്തുതാ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തൻ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തൻ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാം രാം ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ മുഖം കരോതി വാചാലം പങ്കും ലംഘയതീ യത്കൃപാദമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഇന്നലെ വരെ ചൈതന്യ മഹാപ്രഭു സന്യാസം എടുക്കുന്നതിന് മുമ്പേ വരെയുള്ള ലീലകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇന്നു മുതൽ സന്യാസം എടുക്കുന്ന ആ ഒരു ലീല മുതലാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് കേട്ടോ. ഹരേ കൃഷ്ണ. ചർച്ച തുടരാം. ശ്രീ പ്രഭുപാദജി പറയുന്നു, ചൈതന്യ മഹാപ്രഭു നവദ്വീപിൽ താമസിക്കുന്ന സമയത്ത് ഭഗവാന് സന്യാസം എടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം നല്ലൊരു ഭാര്യ, കാരണം ഭഗവാൻ പറയുന്നത് കേൾക്കുന്നതിനനുസരിച്ച് എല്ലാം അതിനനുസരിച്ച് ഫോളോ ചെയ്യുന്ന ഒരു സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യ ഭഗവാൻ ഉണ്ടായിരുന്നു. അത് സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെയാണ്. പിന്നെ നല്ലൊരു അമ്മയുണ്ട്, ശചി മാത. എത്രയോ ശിഷ്യരും പാർഷദരും ഭഗവാന് ഉണ്ട്, ഭഗവാന്റെ സേവനം ചെയ്യാനായിട്ട്. അതായത് സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ജീവിതത്തിൽ ഒരു എല്ലാ വഴികളും അടയ്ക്കുമ്പോൾ അന്നത്തെ കാലത്ത്
അങ്ങനെയായിരുന്നു. അതായത് ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഇല്ലാത്തപ്പോൾ സന്യാസം എടുക്കുന്ന പോലെയായിരുന്നു എല്ലാവരും കണ്ടിരുന്നത്. എന്നാൽ അങ്ങനെ നോക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് സന്യാസം എടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയും ഇല്ലായിരുന്നു. ഇനി ഭക്തിപരമായിട്ട് നോക്കുകയാണെങ്കിലും ഭഗവാൻ സ്വയം ഭഗവാനാണ്. പിന്നെ അതുകൂടാതെ ഭക്തി പ്രചരിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. ഭക്തരുമായിട്ട് വലിയ സൗഹൃദത്തിൽ ഭഗവാൻ വളരെ ഒരുപാട് ലീലകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ സന്യാസത്തിന്റെ ആവശ്യം തീരെയായിട്ട് ഇല്ലായിരുന്നു. പക്ഷേ ഭഗവാൻ പ്രചരണത്തിന് വേണ്ടി സന്യാസം എടുക്കാൻ തീരുമാനിക്കുകയാണ്. എല്ലാവരും, നവദ്വീപിലുള്ള എല്ലാവർക്കും ഭഗവാനായിരുന്നു പ്രധാന ശ്രദ്ധാവിഷയം. ഭഗവാൻ ആ സന്യാസം എടുത്തപ്പോൾ ശചി മാതയ്ക്കും നവദ്വീപിലുള്ള എല്ലാവർക്കും വലിയ വിഷമായിരുന്നു. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണ്ടിയാണ് ഭഗവാൻ ആ ത്യാഗം ചെയ്തത്. ഭഗവാന്റെ ശക്തി തന്നെയായിരുന്നു ഭാര്യയായിട്ട് വന്നത് ലക്ഷ്മി ദേവി തന്നെയാണ്. പിന്നെ ശചി മാതയെ ഭഗവാന്റെ ഗോലോകത്തിലെ എന്നും ഭഗവാന്റെ എപ്പോഴും ലീലകൾ ചെയ്യുമ്പോൾ ഭഗവാന്റെ അമ്മ ആ അമ്മ തന്നെയാണ്, അല്ലാതെ ഭൗതിക ലോകത്തിലെ ഒരു അമ്മയല്ല. അങ്ങനെ ശ്രീരാമസ്വാമി എങ്ങനെയാണോ വനവാസത്തിനായിട്ട് പോയത്, അതേപോലെ തന്നെ ഭഗവാനും ഗൗരലീലയിൽ സന്യാസം എടുക്കുക. ചൈതന്യ മഹാപ്രഭു സന്യാസം എടുക്കാൻ തീരുമാനിച്ചപ്പോൾ മഹാപ്രഭുവിനോടൊപ്പം 5 പേരെ മാത്രമേ കൂട്ടത്തിൽ കൊണ്ടുവരൂ. 5 പേർക്ക് മാത്രമേ ഭഗവാൻ സന്യാസം എടുക്കുന്നതിനെ കുറിച്ച് അറിയാമായിരുന്നു. ഇതിന് കാരണം എന്തായിരുന്നു ഉണ്ടായത്? ഒരിക്കൽ ഭഗവാൻ ധ്യാനനിമഗ്നായിട്ട് ഇരുന്നിട്ട് ഭഗവാന്റേതായിട്ടുള്ള ഭാവത്തിലേക്ക് പോയി. അപ്പോൾ ഗോപി ഗോപി ഗോപി, അതായത് വൃന്ദാവനത്തിലെ ഗോപികമാരെ ഭഗവാൻ സ്മരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ശിഷ്യൻ ഭഗവാനെ കളിയാക്കി, കൃഷ്ണന്റെ നാമം ജപിക്കുന്നതിന് പകരം ഗോപി ഗോപിന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ആ ശിഷ്യന് മനസ്സിലാവുന്നില്ല ഇത് ആരാണ്, ആരോടാണ്, എന്താ പറയുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അന്നേരം ആ ഒരു സംഭവത്താൽ ഭഗവാൻ ആ ശിഷ്യനോട് ദേഷ്യപ്പെട്ടത് അവിടെ വലിയൊരു ചർച്ചയായി. അവരെല്ലാം ഭഗവാനെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ മനസ്സിലായി, ഞാൻ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാനൊരു സന്യാസിയായി കഴിഞ്ഞാൽ എല്ലാവരും ഭഗവാൻ പറയുന്നത് കൂടുതൽ ശ്രദ്ധിക്കും, കൂടുതൽ എനിക്ക് പ്രചരിപ്പിക്കാൻ കഴിയും എന്ന് ഭഗവാൻ ചിന്തിച്ചു. അതുകൊണ്ട് ഈ ബദ്ധരായിട്ടുള്ള ജീവാത്മാക്കളെ ഉദ്ധരിക്കാൻ സന്യാസം തന്നെ വേണ്ടി വരും എന്ന് ഭഗവാൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ ഉറപ്പിച്ചു സന്യാസം എടുക്കാൻ. പക്ഷെ എന്നാലും ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ടെന്ന് ഗുരു മഹാരാജ് പറയുന്നു, ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ ഭഗവാൻ 24 വർഷം ഗൃഹസ്ഥ ജീവിതത്തിലായിരിക്കും, എന്നിട്ട് അടുത്ത 24 വർഷം സന്യാസത്തിലുമായിരിക്കും. ഇതെല്ലാം നേരത്തെ പ്രവചിച്ചതായിരുന്നു. ഒരു രാത്രിയിൽ ഭഗവാന്റെ അടുത്ത 5 പാർഷദരുമായിട്ട് അർദ്ധരാത്രിയിൽ ഇറങ്ങുകയാണ്. അമ്മയ്ക്ക് മനസ്സിലായി ചൈതന്യ മഹാപ്രഭുവിനെ കാണാനില്ലെന്ന്. അമ്മ എല്ലായിടത്തും നോക്കി, നിമായി നിമായി നീ എവിടെയാണ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. നിമായി നീ എവിടെയാണെന്ന് പറഞ്ഞ് അവിടെ എല്ലാം വീട്ടിന് ചുറ്റുമുള്ള പാടത്തിലെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, കരഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അന്വേഷിച്ച് ഒരു ഗ്രാമത്തിലേക്ക് എത്തി. അവിടെയുള്ള എല്ലാവരോടും നിമായി എവിടെ എന്ന് പറഞ്ഞിട്ട് ബോധം കെട്ട് വീണു എന്നുള്ളതാണ്.
ചൈതന്യ മഹാപ്രഭു അവസാനം കഠുവ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഈ 5 പാർഷദരായിട്ട് ഭഗവാൻ നിന്നത്. അങ്ങനെ നവദ്വീപിലുള്ള ഒരു പ്രധാനപ്പെട്ട സന്യാസിയായ കേശവ ഭാരതിയിൽ നിന്നാണ് ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ കണ്ണീന് ധാരധാരയായിട്ട് കണ്ണീര് വന്നുകൊണ്ടിരിക്കുന്നു. ഭഗവാനോടുള്ള പ്രേമത്താൽ ഭഗവാൻ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇടയ്ക്ക് ഭഗവാൻ കീർത്തനം നിർത്തി. എന്നിട്ട് ക്ഷൗരം ചെയ്യുന്ന ആളിനെ വിളിക്കുകയാണ്. ക്ഷൗരം ചെയ്യുന്ന ആൾ വന്നിട്ട് അങ്ങനെ അങ്ങനെ ചൈതന്യ മഹാപ്രഭു തല മുണ്ടനം ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്ഷൗരം ചെയ്യുന്ന ആൾ വന്നിട്ട് പറയുകയാണ്, അങ്ങയുടെ എത്ര സുന്ദരമായിട്ടുള്ള മുടിയാണ്, എനിക്ക് ഈ ബ്ലേഡ് വെച്ച് അങ്ങയുടെ മുടി മുറിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ക്ഷൗരം ചെയ്യുന്ന ആളും പറഞ്ഞു, എനിക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയുന്നുണ്ടോ? അന്നേരം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഞാൻ സന്യാസം എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് എൻ്റെ മുടി എന്തായാലും മുണ്ടനം ചെയ്തേ പറ്റൂ. ഇത് നിൻ്റെ ജോലിയാണ്, അതുകൊണ്ട് നിൻ്റെ കർത്തവ്യമാണ്, അത് നീ എന്തായാലും ചെയ്തേ പറ്റൂ. ഇതൊരു അപരാധമായിട്ട് അങ്ങ് ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ മൊത്തം ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ മുടി ക്ഷൗരം ചെയ്യുന്നതിലൂടെ, തല മുണ്ടനം ചെയ്യുന്നതിലൂടെ നീ ഒരിക്കലും ഒരു അപരാധമല്ല ചെയ്യുന്നത്, ഇത് നിൻ്റെ കർത്തവ്യമാണെന്ന് ഭഗവാൻ വീണ്ടും വീണ്ടും പറഞ്ഞു. പക്ഷേ ആൾ ഒട്ടും തയ്യാറല്ലായിരുന്നു. പക്ഷെ ഭഗവാൻ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൻ്റെ മുടി കട്ട് ചെയ്യുകയാണ്. പക്ഷേ ഭഗവാന്റെ ആ തലയിൽ ഒന്ന് തൊട്ട ഉടൻ തന്നെ എന്താ പറയുന്നത്, ക്ഷൗരം ചെയ്യുന്ന ആളുടെ ദേഹത്തൂടെ പ്രത്യേക ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. കൃഷ്ണപ്രേമത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ആ ക്ഷൗരം ചെയ്യുന്ന ആൾക്ക് ഭഗവാന്റെ കൃഷ്ണപ്രേമം ലഭിക്കുകയാണ് ഒറ്റ നിമിഷം കൊണ്ട് തന്നെ. കണ്ണീന്ന് ധാരധാരയായിട്ട് കണ്ണീര് വരാൻ തുടങ്ങി. നേരെ ചൊവ്വൻ കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു. മുടി ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ നേരെ ചൊവ്വ കാണാൻ കഴിയുന്നില്ല, കാരണം കണ്ണീര് കൊണ്ട് നിറയുകയാണ്. കൈയാണെങ്കിൽ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുടി കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറി അദ്ദേഹത്തിന്. ഇങ്ങനൊരു സാഹചര്യം ഒരിക്കലും അദ്ദേഹം നേരിട്ടില്ലായിരുന്നു.
പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് എങ്ങനെയോ ചൈതന്യ മഹാപ്രഭുവിൻ്റെ തലമുണ്ടനം ചെയ്യുന്നു. അത് കഴിഞ്ഞ ഉടൻ തന്നെ ആ ക്ഷൗരം ചെയ്യുന്ന ആൾ ബോധം കെട്ട് വീഴുകയാണ്. ഒരു തുടർച്ചയായിട്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് കരയുകയാണ്. ഈ ഒറ്റ സേവനം കൊണ്ട് തന്നെ ആ ക്ഷൗരം ചെയ്യുന്ന ആള് ഭഗവാന്റെ വലിയൊരു ഭക്തനായിട്ട് മാറി. അതിനുശേഷം ഒരു നിമിഷം പോലും അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാതിരുന്നിട്ടില്ലെന്ന്. തുടർച്ചയായിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാം ഹരേ ഹരേ ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം വേറെ ആരുടെയും മുടി ആള് കട്ട് ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. അന്നേരം കഠുവ എന്ന് പറയുന്ന സ്ഥലത്ത് കേശവഭാരതിയുടെ സമാധിയുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഭഗവാന്റെ തല മുണ്ടനം ചെയ്ത ആ വ്യക്തിയുടെയും ആ വൈഷ്ണവന്റെയും സമാധി ഉണ്ടെന്നുള്ളു. അതിനുശേഷം ഭഗവാൻ ഗംഗയിൽ പോയി മുങ്ങി. എന്നിട്ട് കേശവഭാരതിയിൽ നിന്നും സന്യാസ വേഷം ലഭിക്കുകയാണ്. എന്നിട്ട് കേശവഭാരതിയുടെ ചെവിയിൽ ചോദിച്ചു, അങ്ങ് എനിക്ക് ഏത് മന്ത്രമാണ് തരാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ കേശവഭാരതി ചിന്തിക്കുക, ഭഗവാൻ ഏത് മന്ത്രമാണ് കൊടുക്കേണ്ടത്? ഇത് സാക്ഷാൽ ഭഗവാനല്ലേ. അന്നേരം അതെങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ചൈതന്യ മഹാപ്രഭു കേശവഭാരതിയുടെ ചെവിയിൽ വന്നിട്ട് ഒരു മന്ത്രം പറഞ്ഞു. ഈ മന്ത്രമാണോ തരാൻ പോകുന്നതെന്ന് ചോദിച്ചു. അന്നേരം ചൈതന്യ മഹാപ്രഭു ആദ്യം ഗുരുവിന് ദീക്ഷ കൊടുക്കുകയാണ്. എന്നിട്ട് ഗുരുവിൽ നിന്ന് ദീക്ഷ എടുക്കുകയാണ്, സന്യാസ ദീക്ഷ. അങ്ങനെ കേശവഭാരതിക്ക് ആ മന്ത്രം ചൈതന്യ മഹാപ്രഭുവിൽ നിന്ന് ലഭിക്കുകയാണ്. എന്നിട്ട് കേശവഭാരതിയിൽ നിന്നും ഭഗവാൻ മന്ത്രം സ്വീകരിക്കുകയാണ്. എന്നിട്ട് കേശവഭാരതി പറയുകയാണ്, ഇതുവരെ ഭഗവാന്റെ പേരെന്തൊക്കെയാണ്? വിശ്വംഭർ, അല്ലെ, നിമായി എന്നീ പേരുകളിലായിരുന്നു ഭഗവാൻ അറിയപ്പെട്ടത്. ഗൗരാംഗൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത്. ഗൗരാംഗ എന്നുള്ള പേര് എന്തായാലും തുടർച്ചയായിട്ട് എല്ലാവരും കൊടുക്കും. പക്ഷെ പ്രധാനമായിട്ടും ഭഗവാൻ അറിയപ്പെട്ടിരുന്നത് നിമായി പണ്ഡിത് എന്നായിരുന്നു. വിശ്വംഭർ എന്നൊരു പേരുണ്ട്, പക്ഷെ എല്ലാവരും നിമായി പണ്ഡിത് എന്ന് അങ്ങനെ തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. പക്ഷെ സന്യാസം എടുത്തതോടുകൂടി ഭഗവാൻ ഒരു പേര് കിട്ടി. എന്താണ് ആ പേര്? കമന്റ്സിലിടും നിങ്ങൾ. ഇതേ സമയത്ത് ഗംഗോപാധ്യായ് എന്ന് പറയുന്ന ഒരു ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം വഴിയിലൂടെ ഇങ്ങനെ പോവുകയായിരുന്നു. അന്നേരം അദ്ദേഹം ഇത്രയും ആൾക്കൂട്ടം കണ്ടിട്ട് ഇതിവിടെ എന്തെങ്കിലും ആഘോഷമുണ്ടോ എന്ന് ചോദിച്ചതാണ്. അന്നേരം എല്ലാവരും പറഞ്ഞു, ഇങ്ങനെ ചൈതന്യ നിമായി പണ്ഡിതിന്റെ സന്യാസം നടക്കുകയാണ്. അന്നേരം അദ്ദേഹം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ ലീലകളും. കമന്റ്സിലിടോ, എന്തായിരിക്കും സന്യാസ നാമം? ഇത്രയും നാളും ഭഗവാൻ അറിയപ്പെട്ടിരുന്നത് നിമായി പണ്ഡിത് എന്നാണ്. അന്നേരം കേശവഭാരതി ഭഗവാന് സന്യാസ നാമം കൊടുത്തു, ശ്രീകൃഷ്ണ ചൈതന്യ. ഹരേ കൃഷ്ണ. അന്നേരം ശ്രീകൃഷ്ണ ചൈതന്യ എന്ന പേര് കിട്ടുകയാണ് ചൈതന്യ മഹാപ്രഭു. അന്നേരം നമ്മൾ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് കാരണം ഭഗവാൻ മഹാപ്രഭുവാണ്. അതുകൊണ്ട് സർവോന്നതനായിട്ടുള്ള ഈശ്വരനായതുകൊണ്ട് മഹാപ്രഭു എന്ന് വിളിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവാന്റെ പേര് ശ്രീകൃഷ്ണ ചൈതന്യ. കേട്ടില്ല അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗംഗോപാധ്യായ
അതിലെ പോയിരുന്ന ആളാണ്. അന്നേരം അദ്ദേഹം ഇത് കണ്ടു, ഈ നടന്ന സംഭവങ്ങളൊക്കെ. ഇതൊക്കെ കണ്ടിട്ട് കേശവ ഭാരതിയിൽ നിന്നും ചൈതന്യ മഹാപ്രഭുവിന് ആ പേര് കിട്ടുന്നത് കേട്ടു, ശ്രീകൃഷ്ണ ചൈതന്യം. എത്രയോ മാസങ്ങളോളം ഗംഗോപാധ്യായ് തുടർച്ചയായിട്ട് ശ്രീകൃഷ്ണ ചൈതന്യം, ശ്രീകൃഷ്ണ ചൈതന്യം, ശ്രീകൃഷ്ണ ചൈതന്യം, ശ്രീകൃഷ്ണ ചൈതന്യം, ശ്രീകൃഷ്ണ ചൈതന്യം, ശ്രീകൃഷ്ണ ചൈതന്യം ഇങ്ങനെ തന്നെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭഗവാന്റെ ആ സന്യാസ ലീല കണ്ടിട്ട് ഗംഗോപാധ്യായ അതിലങ്ങ് മഗ്നനായിപ്പോയി. പിന്നെ എത്രയോ നാളുകളോളം, എത്രയോ മാസങ്ങളോളം ശ്രീകൃഷ്ണ ചൈതന്യ, ശ്രീകൃഷ്ണ ചൈതന്യ, ശ്രീകൃഷ്ണ ചൈതന്യ, ശ്രീകൃഷ്ണ ചൈതന്യ, ശ്രീകൃഷ്ണ ചൈതന്യ, ശ്രീകൃഷ്ണ ചൈതന്യ, ശ്രീകൃഷ്ണ ചൈതന്യ ഇത് തന്നെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും പിന്നെ അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി ചൈതന്യദാസ്. ഗംഗ ഉപാധ്യായുടെ പേര് പിന്നെ ചൈതന്യദാസ് എന്ന് മാറി. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ചൈതന്യ. എല്ലാവരും കമൻസിലിട്ട് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. സന്യാസം എടുത്തതിന് ശേഷം ചൈതന്യ മഹാപ്രഭു നേരെ ശാന്തിപൂരിലേക്ക് പോവുകയാണ്. ശാന്തിപൂരിലാണ് അദ്വൈതാചാര്യർ താമസിക്കുന്നത്. പോകുന്ന സമയത്ത് ഫുളിയ എന്ന് പറയുന്നൊരു സ്ഥലത്തൂടെയാണ് പോയത്. അവിടെ ഒരുപാട് ലീല നടന്നു എന്ന് പറയുന്നു. ഈ ഫുളിയ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഹരിദാസ് ഠാക്കൂർ നിത്യവും താമസിച്ച് ജപിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ ഭഗവാനോട് ദ്വേഷമുള്ള ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഇപ്പോൾ ഭഗവാൻ സന്യാസം എടുത്തു എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം കാണാനായിട്ട് ഓടി വന്നു. അവർക്കെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലായി ഇത് സാക്ഷാൽ ഭഗവാനാണ്. അവരെല്ലാവരും ഉള്ളിൽ ചിന്തിച്ചു. കാരണം ഇതിനു മുമ്പേ ഭഗവാൻ നവദ്വീപിലുണ്ടായിരുന്നപ്പോൾ ഭഗവാനെ സാധാരണ വ്യക്തിയായിട്ടായിരുന്നു ചിന്തിച്ചിരുന്നത്. ഇപ്പോൾ അവരെല്ലാവരും ചിന്തിച്ചു ഇത് സാക്ഷാൽ ഭഗവാനാണ്. അദ്ദേഹം നവദ്വീപിൽ അവതരിച്ചു. അദ്ദേഹം ആരാണെന്ന് നമ്മളാരും തിരിച്ചറിഞ്ഞില്ല. അജ്ഞാനത്താൽ നമുക്കൊരിക്കലും അത് മനസ്സിലാക്കാൻ കഴിയില്ല.
ഇനി അദ്ദേഹത്തിന്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ച് യാചിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു രക്ഷയുള്ളൂ. ഇത് പ്രത്യേക ഒരു ലീലയാണ്. ആയിരക്കണക്കിന് ആൾക്കാര് നേരം ഗംഗ മറികടന്നിട്ട് വേണം ഈ ഫുലിയ ഗ്രാമത്തിലേക്ക് എത്താൻ. അങ്ങനെ എന്തു പറ്റി? ആയിരക്കണക്കിന് ആൾക്കാര് ഫുലിയ ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി വള്ളത്തിൽ കയറി. എല്ലാവർക്കും ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ ആദ്യം ചൈതന്യ മഹാപ്രഭുവിനെ കാണും. അന്നേരം വലിയൊരു വള്ളം മത്സരം നടക്കുമായിരുന്നു. അന്നേരം വള്ളക്കാരൻ അറിഞ്ഞൂടെ ആരെ കേട്ടണം ആരെ കേട്ടാൻ പാടില്ല. അങ്ങനെ എല്ലാരും കൂടെ കയറുമ്പോ പല വള്ളങ്ങളും മറിഞ്ഞെന്നുള്ളതാണ്. വള്ളം മറിഞ്ഞപ്പോ ആ മറിഞ്ഞ വള്ളത്തെ പിടിച്ചുകൊണ്ട് എല്ലാരും അപ്പുറത്തെത്തി. വള്ളം ഇങ്ങനെ മറിഞ്ഞിങ്ങനെ കിടക്കുകയാണല്ലോ, അന്നേരത്തേക്ക് അതിനെ പിടിച്ചുകൊണ്ട് എല്ലാരും തുഴഞ്ഞ് അപ്പുറത്തെത്തി. ചിലവരാണെങ്കിൽ കുടം കമത്തി അതിലൂടെ കുടം കമത്തി നീന്തി അപ്പുറത്തെത്തിയത്. അത്രയ്ക്ക് ഭ്രാന്തായിരുന്നു ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞ. ചിലവരാണെങ്കിൽ എന്താ പറയുന്നേ, ഈ വാഴ വെച്ചിട്ടൊരു വാഴയെ തന്നെ വള്ളമായിട്ട് ഉപയോഗിച്ചിട്ട് അതിന് വാഴ ഇങ്ങനെ പൊങ്ങി കിടക്കുമല്ലോ, അതിനെ പിടിച്ചുകൊണ്ട് അപ്പുറത്തെത്താൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ചിലവര് പാത്രങ്ങളെയൊക്കെ കമത്തി കുടം കമത്തി, അതായത് വള്ളത്തിൽ കയറി വള്ളം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ്. അവസാനം വള്ളം മറിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ പിന്നെ കിട്ടുന്നത് എന്തോ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അത് വെച്ച് അവരപ്പുറത്ത് കിടക്കുക. ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ വരെ ഒന്നും ചിന്തിക്കാതെ എങ്ങനെയെങ്കിലും എനിക്ക് മഹാപ്രഭുവിനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് അന്ധരായിട്ടുള്ള വ്യക്തികൾക്ക് പോലും ശ്രീകൃഷ്ണ ചൈതന്യ എന്ന് പറയുന്ന ആ നിമിഷം അവർക്ക് കണ്ണു കാണാൻ പറ്റുമായിരുന്നു. എന്നിട്ട് നടക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നടക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഏകദേശം 100 പേര് ഒരു വള്ളത്തിനകത്ത് കയറി എന്നുള്ളതാണ്. അവസാനം വള്ളം മറിയാറായി. അവസാനം വള്ളം മറിയും ചെയ്തു. അപ്പൊ എല്ലാരും കൂടെ നീന്തി അപ്പുറത്ത് കടന്നു. എന്നിട്ട് ഇനി പറയുന്നു, ഇതിൽ പല ആൾക്കാർക്കും നീന്തൽ അറിയത്തില്ലായിരുന്നു. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നീന്തൽ അറിയാത്തവരത് നീന്തി അപ്പുറത്തെത്തി. അന്നേരം അവർക്ക് ഒരേ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ചൈതന്യ മഹാപ്രഭുവിനെ കാണണം. ആർക്കും വീട്ടിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു. അവർക്ക് ഒരു നിമിഷം ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടാൽ മതിയായിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, ഈ യഥാർത്ഥത്തിൽ ചൈതന്യ മഹാപ്രഭുവിന് ശാന്തിപൂരിൽ വരാനല്ലായിരുന്നു താല്പര്യം. ചൈതന്യ മഹാപ്രഭുവിന് യഥാർത്ഥത്തിൽ വൃന്ദാവനത്തിൽ പോകണമെന്നായിരുന്നു. എന്നിട്ട് അന്നേരം മഹാപ്രഭു പറഞ്ഞു, ഞാൻ ഇനി ഇവിടെ ഒന്നും നിൽക്കുന്നില്ല, ഞാൻ വൃന്ദാവനത്തിൽ പോവാന്ന്. അന്നേരം വൃന്ദാവനത്തിലേക്കുള്ള വഴി അന്വേഷിച്ച് മഹാപ്രഭു ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പൊ നിത്യാനന്ദ പ്രഭു പറഞ്ഞു, അല്ല ഇതല്ല വഴി, ഇതാണ് വഴി, ഇതാണ് വഴി എന്ന് പറഞ്ഞു. എന്നിട്ട് ചൈതന്യ മഹാപ്രഭുവാണെങ്കിൽ ഭക്തിഭാവത്തിൽ ഇരിക്കുന്നുണ്ട്, തെറ്റായിട്ടുള്ള വഴിയിലാ പോകുന്നതെന്നും അറിഞ്ഞില്ല. അവസാനം ശാന്തിപൂരിൽ എത്തിയപ്പോൾ അദ്വൈതാചാര്യര് നദി വള്ളത്തിൽ ഇങ്ങനെ വരുന്നു.
എന്നിട്ട് ഗംഗാനദി കണ്ടപ്പോൾ ഭഗവാൻ വിചാരിച്ചു യമുനയാണെന്ന്. അങ്ങനെ യമുനയിൽ കടത്തി ചാടി. അന്നേരം ചൈതന്യ മഹാപ്രഭു അദ്വൈതാചാര്യ കണ്ടിട്ട് പറഞ്ഞു, നീ എന്തോ വൃന്ദാവനത്തിൽ ചെയ്യുന്നത്, നീ എപ്പോൾ എത്തി വൃന്ദാവനത്തിൽ നിന്ന്? അപ്പോൾ ഉടനെ അദ്വൈതാചാര്യ പറഞ്ഞു, അങ്ങ് വൃന്ദാവനത്തിലല്ല, അങ്ങ് നവദ്വീപിൽ തന്നെയാണ്. അന്നേരം എന്നിട്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, അത് ശരി, നിത്യാനന്ദൻ എന്നെ പറ്റിച്ചല്ലേ? അവൻ പറഞ്ഞു, ഇതാണ് യമുന എന്ന്. അന്നേരം അദ്വൈതാചാര്യ പറഞ്ഞു, അതിന് നിത്യാനന്ദൻ പറഞ്ഞത് തെറ്റില്ലല്ലോ, അങ്ങ് എവിടെ പോകുന്നു അവിടെ വൃന്ദാവനമാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്വൈതാചാര്യരാണ് ഭഗവാനെ നവദ്വീപിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ശചിമാത ഭഗവാനെ കണ്ടുടൻ തന്നെ കണ്ണീര് ഒഴുകുകയായിരുന്നു. ശചിമാത എന്ത് കേൾക്കുന്നു എന്ത് കേൾക്കുന്നില്ല ഒന്നിനെക്കുറിച്ച് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിനെ മുമ്പായിട്ട് ഫുലിയ ഗ്രാമത്തിൽ നിങ്ങൾ അറിഞ്ഞല്ലോ എന്താ സംഭവിച്ചത് അല്ലേ? എല്ലാവരും ലക്ഷക്കണക്കിന് ആൾക്കാർ, അതായത് വള്ളങ്ങൾക്ക് കപ്പാസിറ്റി ഇല്ല ഇത്രയും ആൾക്കാരെ ഇപ്പുറത്ത് കൊണ്ടുവരാനായിട്ട്. അതായത് ഗംഗാദേവിയെ കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ ചില ആൾക്കാർ എന്താ പറയുന്നത്, ആൾക്കാരുടെ മേളിൽ കൂടെ ചവിട്ടിയും പോകാൻ തുടങ്ങി. അത്രയ്ക്ക് ആൾക്കാരുണ്ട്. എന്നിട്ട് മഹാപ്രഭു ഇവിടെ എത്തിയിട്ട് ഫുളിയയിൽ ഒരു ഭക്തന്റെ വീട്ടിലായിരുന്നു, ഒളിച്ചിരിക്കുകയായിരുന്നു ഭഗവാൻ, ആരും അറിയരുതെന്ന് പറഞ്ഞു. അന്നേരം ഉള്ളിലുള്ളവരെല്ലാവരും ആരോടും അറിയിക്കരുതെന്ന് പറഞ്ഞു. ഇനി അറിയാൻ ആരും ബാക്കിയില്ലെന്നുള്ളതാണ്. അവരെല്ലാം ചുറ്റും നിറഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് ആ വീട്ടുകാരനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. മര്യാദയ്ക്ക് മഹാപ്രഭുവിനെ കാണിച്ചു തരണം, നീ മാത്രം ഭാഗ്യം, നിനക്ക് മാത്രം ആ ഭാഗ്യം ലഭിച്ചാൽ മതിയോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ബഹളം ഉണ്ടാക്കുമായിരുന്നു. അന്നേരത്തേക്ക് ആ വീട്ടുകാരൻ വാതിൽ തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. ലക്ഷക്കണക്കിന് ആൾക്കാർ വീടിന് ചുറ്റും. മര്യാദയ്ക്ക് മഹാപ്രഭുവിനെ കാണിച്ചു തരും, മഹാപ്രഭുവിനെ കാണിച്ചു. അന്നേരം ഇദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല, എങ്ങനെ ഇത്രയും പേര് അറിഞ്ഞു എന്ന് അറിഞ്ഞില്ല. അന്നേരത്തേക്ക് മഹാപ്രഭുവിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ വന്നേ പറ്റൂ കേട്ടോ, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഈ വീട് തകർക്കും. അങ്ങയുടെ ഒരു ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ചുറ്റും നിറഞ്ഞു നിൽക്കുകയാണ്. ഇത്രയും ഫാൻസ് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാവത്തുമില്ല. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പിന്നെ പുറത്തു വരികയാണ്. മഹാപ്രഭുവിനെ കണ്ടുടൻ തന്നെ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഒറ്റ നിമിഷം കൊണ്ട് കൃഷ്ണപ്രേമം കിട്ടി. ആലോചിച്ചു. നീന്തൽ അറിയാത്തവർ നീന്തി, നടക്കാൻ പറ്റാത്തവർ നടന്നു, കണ്ണ് കാണാത്തവർക്ക് കാഴ്ച കിട്ടി. ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോ. ഹരേ കൃഷ്ണ. ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ പോലും അതൊന്നും ചിന്തിക്കാതെ നേരെ, നീന്തൽ അറിയാത്തവർ പോലും നീന്തുവാണെന്നാണ്. എന്തോ പറയാനല്ലേ. അന്നേരം മഹാപ്രഭുവിനെ കണ്ട ഉടൻ തന്നെ എല്ലാവരുടെ കണ്ണിൽ നിന്നും കണ്ണീര് വന്നു. കണ്ടപ്പോൾ മാത്രം ഒറ്റ നിമിഷം മഹാപ്രഭുവിനെ കണ്ടതേ ഉള്ളൂ, എല്ലാവർക്കും കൃഷ്ണപ്രേമം കിട്ടിയെന്നുള്ളത്. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക്. ഹരേ കൃഷ്ണ. അതിനുശേഷമായിരുന്നു അദ്വൈതാചാര്യരുടെ ആശ്രമത്തിലേക്ക് ഭഗവാനെ കൊണ്ടുവന്നു. ശചിമാതയ്ക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഭഗവാനെ കണ്ടപ്പോൾ ഒരു സുബോധം ഇല്ലാതെ ഇരിക്കുകയാണ്.
അന്നേരം ശചിമാത യഥാർത്ഥ യശോദാമ്മയാണല്ലോ. അന്നേരം ആ ഒരു ഭാവത്തിലേക്ക് ശചിമാത പോയി. എന്നിട്ട് ചോദിച്ചു, രാമനെ കൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ മഥുരയിൽ നിന്നോ? കംസൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ആ കള്ളനായ അക്രൂരൻ എൻ്റെ കൃഷ്ണനെ രാമനെ കൊണ്ടുപോയത്? ആ കംസനും അക്രൂരനും കൂടെ ചേർന്ന് എൻ്റെ കൃഷ്ണനെ രാമനെ കൊണ്ടുപോയി. കംസൻ മരിച്ചു എന്ന് ഞാൻ കേട്ടു. ഇപ്പൊ ഉഗ്രസേനല്ലേ രാജാവ്. ഇങ്ങനെയൊക്കെ ശചിമാത കരയുകയാണ്. എത്രയും പെട്ടെന്ന് പാല് കറക്കും പശുക്കളുടെ, നമുക്ക് വെണ്ണയൊക്കെ വിൽക്കണം. അവരെങ്ങോട്ടായിരിക്കും ഇന്ന് പോകുന്നത്? ഞാൻ ഇനി അവരെ കെട്ടിയിടാൻ പോവുകയാണ്. ഒരുപാട് കുസൃതി കൂടുന്നുണ്ട്. എല്ലാവരും വരൂ, നമുക്ക് പെട്ടെന്ന് യമുനയിൽ കുളിക്കണം. ഇങ്ങനെ ശചിമാത പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. യശോദാമ്മയുടെ ഭാവത്തിലേക്ക് ശചിമാത പോയി. ഈ കരച്ചിൽ കണ്ടിട്ട് എല്ലാവരുടെ കണ്ണീന്നും കണ്ണീരൊഴുകിയെന്നുള്ള. ഇവിടെ ഗുരു മഹാരാജ് പറയുന്നു, ചൈതന്യ ഭാഗവത്തിൽ ഭഗവാൻ നിത്യാംപ്രഭുവിനെ ഭഗവാന്റെ വീട്ടിലേക്ക് അയക്കുന്നതായിട്ട് പറയുന്നുണ്ട്, ശചിമാതയെ കൊണ്ടുവരാനായിട്ട്. ചൈതന്യ മഹാപ്രഭു നിത്യാംപ്രഭുവിനെ പറഞ്ഞയച്ചു. നിത്യാംപ്രഭു വന്ന ഉടനെ, മോനെ നീ വന്നോ, എൻ്റെ പ്രിയപ്പെട്ട മോനെ എന്നൊക്കെ പറഞ്ഞ് ശചിമാത കരയാൻ തുടങ്ങി. എന്നിട്ട് നിത്യാംപ്രഭു പറഞ്ഞു, അദ്വൈതാചാര്യരുടെ വീട്ടിൽ ചൈതന്യ മഹാപ്രഭു അമ്മയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്തുകൊണ്ട് ചൈതന്യ മഹാപ്രഭു വീട്ടിൽ വന്നില്ലെന്ന് നിങ്ങൾക്കറിയാം? നിങ്ങൾ പറയൂ, എന്തായിരിക്കും കാരണം? സന്യാസം എടുത്തു, വീട്ടിൽ ഭാര്യയുണ്ട് വിഷ്ണുപ്രിയ, അല്ലേ? അന്നേരം വിഷ്ണുപ്രിയ ദേവി ഉള്ളപ്പോൾ വീട്ടിൽ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അദ്വൈതാചാര്യ വീട്ടിലെത്തുന്നത്. എന്നിട്ട് അമ്മയെ മാത്രമേ വിളിച്ചു. ചൈതന്യ മഹാപ്രഭു പോയതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ഭക്തരെല്ലാവരും ആകെ മെലിഞ്ഞു. അവരാരും ഭക്ഷണം കഴിക്കുന്നില്ല, അവർക്കൊന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഭഗവാനോട്. പക്ഷെ ഭഗവാൻ വന്നു എന്ന് കേട്ടുടനെ എല്ലാവർക്കും വലിയ സന്തോഷം. ഭഗവാൻ പോയിട്ട് ഏകദേശം 12 ദിവസമായിരുന്നു. ഈ 12 ദിവസം ആരും വെള്ളം പോലും കുടിച്ചില്ലെന്നുള്ളത്. എന്തിനേറെ പറയുന്നു, ആ വീട്ടില് പശുവും കാളയൊക്കെ ഉണ്ടായിരുന്നു. ആ കാള പോലും വെള്ളം കുടിച്ചിട്ടില്ലെന്ന്. അങ്ങനെ 13 ദിവസം തുടർച്ചയായിട്ട് വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഡീഹൈഡ്രേഷൻ കാരണം ആ കാള മരിച്ചു എന്നുള്ളതാണ്. വെള്ളം പോലും, അവിടുത്തെ വീട്ടിലെ കാളകൾ പോലും ഭഗവാനോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. നിത്യാംപ്രഭു പറഞ്ഞു, അമ്മയ്ക്കെല്ലാം അറിയാവുന്നതല്ലേ, ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹമാണ് നമ്മുടെ പ്രാണൻ. ഭഗവാന് വിശന്നിരിക്കുകയാണ്, അതുകൊണ്ട് നന്നായി ഭക്ഷണമൊക്കെ തയ്യാറാക്കാൻ പറ്റും. എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ. ഇങ്ങനെ ഉപവാസം ഇരുന്ന് കഴിഞ്ഞാൽ ഭഗവാനും ഭക്ഷണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നിത്യാംപ്രഭു പറഞ്ഞ ഉടൻ തന്നെ ശചിമാത ഉള്ളിൽ പോയി എല്ലാവർക്കും വേണ്ടി ഭക്ഷണം തയ്യാറാക്കി നിത്യാംപ്രഭുവിനും കൊടുത്തു. ശചിമാത 12 ദിവസമായിട്ട് ഉപവാസം ഇരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ ഭഗവാന്റെ വീട്ടിലും ചുറ്റുപാടിലുമുള്ള എല്ലാ ഭക്തരും കൂടെ ചേർന്ന് ചൈതന്യ മഹാപ്രഭുവിനെ കാണാനായിട്ട് പോവുകയാണ്.
ചൈതന്യ മഹാപ്രഭു അദ്വൈതാചാര്യരുടെ അവിടെ എത്തിയപ്പോൾ അദ്വൈതാചാര്യനൊരു മകനുണ്ടായിരുന്നു. 2-3 വയസ്സുള്ളൊരു മകനുണ്ടായിരുന്നു. ഇന്നലെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. ചൈതന്യ മഹാപ്രഭു ആ കുട്ടിയെ പൊക്കിയെടുത്തു. അങ്ങനെ പൊക്കിയെടുത്ത സമയത്ത് ആ കൊച്ചു കുട്ടി ഭഗവാനോട് പറയുകയാണ്, അങ്ങ് സർവചരാചരങ്ങളുടെയും പിതാവാണ്, അങ്ങ് ആദിപുരുഷനാണ്. ആ കൊച്ചുകുട്ടി 2-3 വയസ്സുള്ള കുട്ടി പറഞ്ഞു. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും വലിയ അത്ഭുതമായി. ആ സമയത്ത് തന്നെ നിത്യാം പ്രഭു ഭഗവാന്റെ വീട്ടിലും ചുറ്റുപാടിലുള്ള എല്ലാവരെയും കൊണ്ട് അവിടെ വന്നു. മഹാപ്രഭുവിനെ കണ്ടപ്പം തന്നെ എല്ലാവരുടെ കണ്ണിൽ നിന്നും ധാരധാരയായിട്ട് കണ്ണീര് വരികയാണ്. ഒരുപാട് വിരഹത്തിലായിരുന്നു 12 ദിവസം ഭഗവാനെ കാണാതിരുന്നിട്ട്. അവർക്കെല്ലാം വലിയ സന്തോഷമായി. എല്ലാവരോടും പറഞ്ഞു, ഉറക്കെ നാമം ജപിക്കാൻ പറഞ്ഞു. നിത്യാംപ്രവും ഭക്തരും എല്ലാവരും സന്തോഷത്തോടു കൂടി നാമം ജപിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ദിവസവും അവിടെ സങ്കീർത്തനം ചെയ്യാൻ തുടങ്ങി. 12 ദിവസം ഭഗവാനെ കാണാതായപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇനി ഒരിക്കലും ഭഗവാനെ കാണാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ ഇപ്പോൾ 12 ദിവസത്തിന് ശേഷം ഭഗവാനെ കണ്ടതുകൊണ്ട് എല്ലാവരും വലിയ സന്തോഷത്തിൽ ഉത്സാഹത്തോടുകൂടി സങ്കീർത്തനത്തിൽ പങ്കെടുക്കുന്നു. മുഴുവൻ ദിവസവും ചൈതന്യ മഹാപ്രഭു നൃത്തം ചെയ്യുകയായിരുന്നു പറയുന്നു. ചില ഭക്തർ നൃത്തം ചെയ്ത് മറ്റുള്ളവരുടെ ദേഹത്ത് വീഴുകയായിരുന്നു. ചില ഭക്തര് മറ്റു ഭക്തരുടെ പാദധൂലി എടുത്ത് അഭിഷേകം ചെയ്തു. എല്ലാവരും ഹരിബോൾ 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 എന്ന് പറഞ്ഞ് സന്തോഷത്തിലായിരുന്നു. ഭഗവാൻ ഓരോരോ ഭക്തരെയും ആലിംഗനം ചെയ്തു. അവർക്കെല്ലാം ഒരുപാട് സന്തോഷം ലഭിച്ചുകൊണ്ടേയിരുന്നു. ചൈതന്യ മഹാപ്രഭു ഭഗവാന്റെ അമ്മയെ കണ്ടപ്പോൾ ഉടൻ തന്നെ ഭഗവാൻ സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് ചില ശ്ലോകങ്ങൾ ഉരുവിട്ടു ഭഗവാൻ പറഞ്ഞു, അമ്മ ജഗന്മാതയാണ്, പരിശുദ്ധ ഭക്തിയാണ്. അമ്മ ത്രിഗുണങ്ങൾ ഒന്നും അമ്മയെ ബാധിക്കുന്നില്ല. അമ്മ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം കൃഷ്ണപ്രേമം കിട്ടും. കാരണം സാക്ഷാൽ യശോദാമ്മയാണ്. അമ്മ തന്നെയാണ് ഭക്തിയുടെ രൂപം. അങ്ങ് ഭഗവാന്റെ ശക്തിയാണ്. ഗംഗാദേവി അവിടെ നിന്നാണ്. ദേവകി, യശോദ, ദേവഹൂതി, കൃഷ്ണി, അനസൂയ, കൗശല്യ, അതിഥി, ഇതെല്ലാം അവിടുന്ന് തന്നെയാണെന്ന് ഭഗവാൻ പറയുകയാണ്. അങ്ങനെ പല ശ്ലോകങ്ങൾ ഉരുവിട്ടുകൊണ്ട് ശചിമാതയെ ഭഗവാൻ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം കേട്ടിട്ട് ശചിമാത കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ചൈതന്യ മഹാപ്രഭു ശചിമാതയ്ക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാപ്രഭുവിനെ കണ്ടപ്പം തന്നെ ശചിമാതയ്ക്ക് ഒരുപാട് സന്തോഷമായി. ശചിമാതയ്ക്ക് അറിയായിരുന്നു സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എൻ്റെ മകനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ശചിമാത പറഞ്ഞു, നീ പറയുന്ന കാര്യങ്ങളൊക്കെ ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? ശചിമാത പറഞ്ഞു, ശവങ്ങൾ എങ്ങനെയാണോ സമുദ്രത്തിൽ ഒഴുകുന്നത്, അതേപോലെ നമ്മളെല്ലാം ഈ സംസാര സാഗരത്തിൽ ഒഴുക്കിന്
ഒഴുക്കിൻ്റെ ദിശയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന സർവകാരണകാരകനാണ് അവിടുന്ന് എന്ന് അമ്മ ഭഗവാനെ സ്തുതിക്കുക. ഇതെല്ലാം കേട്ടിട്ട് എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാവുകയാണ്. ഭഗവാൻ സന്യാസം എടുത്തപ്പോൾ എല്ലാവരുടെയും ജീവൻ പോയിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു. പിന്നെ പൊതുവെ സന്യാസം എടുത്തു കഴിഞ്ഞാൽ ഭിക്ഷ എടുക്കണമെന്നാണ്. അതുകൊണ്ട് ശചി മാതയുടെ മുമ്പിൽ തന്നെ ഭഗവാൻ ഭിക്ഷ എടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അമ്മ ഞാൻ വിശന്നിരിക്കുന്നു, എനിക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഭക്ഷണം തരണമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ അമ്മ ഭഗവാന് വേണ്ടി പല പല വിഭവസമ്പന്നമായിട്ടുള്ള ഒരു സദ്യ തയ്യാറാക്കുകയാണ്. എന്നിട്ട് അവിടെ വെച്ച് ഭഗവാൻ ഒരു പ്രത്യേക ഉപദേശവും കൊടുത്തു എന്നുള്ളതാണ്. എന്തോന്നറിയാം, പൊതുവെ ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തതാണ്, കാരണം ഒരു കയ്പുണ്ടായുണ്ട്. പക്ഷെ ഭഗവാൻ പറഞ്ഞു, ചീര ആരും മാറ്റി വയ്ക്കരുത്, കാരണം ചീര കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൃഷ്ണപ്രേമം കിട്ടും. ചീര ഭഗവാന് ഇനി മുതൽ ആശ്രമത്തിൽ എല്ലാ ദിവസവും ചീര ഉണ്ടായിരിക്കുന്നതായിരിക്കും. അന്നേരം ഭഗവാന് ഇലവർഗ്ഗങ്ങൾ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇലവർഗ്ഗങ്ങൾ ഭഗവാൻ നിവേദിക്കുകയാണെങ്കിൽ അതിലൂടെ കൃഷ്ണപ്രേമം കിട്ടുമെന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. മഹാപ്രഭു പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഒന്നുമില്ലല്ലേ. അങ്ങനെ ഉടൻ തന്നെ പല പല വിഭവസമ്പന്നമായിട്ടുള്ള സദ്യ തയ്യാറാക്കി ഭഗവാൻ നിവേദിച്ച ആ പ്രസാദം കിട്ടി ഭഗവാന്റെ മുമ്പിൽ. ഭഗവാൻ ആ പ്രസാദത്തെ നമസ്കരിച്ചു. ഇത് ഭഗവാൻ കഴിച്ചു തീരുന്നതിന് മുമ്പേ തന്നെ ഭക്തര് തമ്മി അടിയായി ഭഗവാന്റെ മഹാപ്രസാദം കഴിക്കാനായിട്ട്. എന്നിട്ട് ഇവിടെ പറയുന്നു, വലിയ മുതിർന്ന ഭക്തര് വരെ കൊച്ചു കുട്ടികളെ പോലെ അടിക്കുമായിരുന്നു. എനിക്ക് വേണം, എനിക്ക് വേണം. അന്നേരം ചിലവര് വന്നിട്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പറയാം, നിങ്ങളൊക്കെ വലിയ ബ്രാഹ്മണരാണ്, നമ്മൾ ശൂദ്രരാണ്. സന്യാസിയുടെ പ്രസാദം ശൂദ്രർക്ക് മാത്രമേ കഴിക്കാൻ കഴിയുള്ളൂ. അന്നേരം ഉടനെ ബ്രാഹ്മണരായിട്ടുള്ളവർ പറയാം, ഞാൻ ബ്രാഹ്മണൊന്നുമല്ല, ഞാൻ ശൂദ്രനാണ്. അന്നേരം ഉടനെ അവിടെ അടുത്ത അടിയായി. എവിടെയാ പറയുന്ന ബ്രാഹ്മണർക്ക് സന്യാസിയുടെ മഹാപ്രസാദം കഴിച്ചുകൂടെന്ന്? എന്തോ ആയാലും എനിക്ക് മഹാപ്രസാദം വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് വേറൊരാൾ പറഞ്ഞ, എനിക്ക് മഹാപ്രസാദം ഒന്നും വേണ്ട, എനിക്ക് ആ പ്ലേറ്റ് മാത്രം മതി. അന്നേരം അവിടെ ഫുൾ അടിയായിരുന്നുള്ളത്. എന്നിട്ട് മഹാപ്രഭു അമ്മയുടെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, അമ്മയാണ് എനിക്ക് ഈ ഒരു ജീവിതം നൽകിയത്, എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്, എന്താണ് ഞാൻ അമ്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് അമ്മ പറയാൻ പറഞ്ഞു. അപ്പോൾ ശചിമാത പറഞ്ഞു, മോനെ നീ വൃന്ദാവനത്തിൽ പോകരുത്, നീ ജഗന്നാഥ്പുരിയിൽ പോകാൻ പറഞ്ഞു. അന്നേരം ജഗന്നാഥ്പുരിയിലാവുമ്പോൾ ഇവിടുന്ന് ഭക്തരെന്തായാലും ജഗന്നാഥ്പുരിയിൽ പോകുമ്പോൾ ഇപ്പോഴത്തെ നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ശചിമാത പറഞ്ഞുകൊണ്ട് ഭഗവാൻ വൃന്ദാവനത്തിൽ പോകുന്നതിൽ നിന്ന് നിൽക്കുകയാണ്, ജഗന്നാഥ്പുരിയിൽ പോകാൻ തീരുമാനിക്കുകയാണ്. 10 ദിവസത്തോളം ഭഗവാനും ഭക്തരും കൂട്ടത്തോടെ സങ്കീർത്തനവും മുഴുവൻ ദിവസവും. അങ്ങനെ എല്ലാവർക്കും നേരത്തെക്കാട്ടും സന്തോഷമായി. കാരണം നേരത്തേക്ക് എപ്പോഴും ഇങ്ങനെ സങ്കീർത്തനം ഇല്ലായിരുന്നല്ലോ. ഭഗവാൻ കൂടുതലും ശിഷ്യരുമായിട്ട് ഇങ്ങനെ പ്രചരണത്തിനായിരുന്നു പോകുന്നത്. ഇതിപ്പോ മുഴുവൻ ദിവസവും സങ്കീർത്തനമായിരുന്നു.
അതുകൊണ്ട് പിന്നെ ആ സന്യാസം, ഭഗവാൻ സന്യാസം എടുത്ത ആ വിഷമമൊക്കെ എല്ലാവരും മറക്കാൻ തുടങ്ങി. എല്ലാവർക്കും വലിയ സന്തോഷമായി. ഇനി പ്രസാദമായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു ലീല ഉണ്ട്, എല്ലാവരും കേൾക്കും. ചൈതന്യം ചരിതാമൃതത്തിലാണ് ഇത് പറയുന്നത്. ഭഗവാൻ പ്രസാദം കഴിക്കാനിരുന്നപ്പോൾ അദ്വൈതാചാര്യൻ ചൈതന്യ മഹാപ്രഭുവിന് നിത്യാംപ്രഭുവിന് ഇരിക്കാനായിട്ടുള്ള പീഠം റെഡിയാക്കി. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഞാനിപ്പോൾ സന്യാസിയാണ്, അതുകൊണ്ട് വളരെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളോ എന്തെങ്കിലുമൊക്കെ ദാലോ ചോറോ അല്ലാതെ വേറെ ഒന്നും ആർഭാടമായിട്ട് ഒന്നും വേണ്ടെന്ന്. അന്നേരം അദ്വൈതാചാര്യൻ പറഞ്ഞു, അങ്ങനെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ആർഭാടമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നിത്യാനന്ദ പ്രഭു പറയുകയാണ്, ഞാൻ 3 ദിവസമായിട്ട് വിശന്നിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഭക്ഷണം വേണം കഴിക്കാൻ. അന്നേരം മഹാപ്രഭു ഭക്ഷണം കഴിക്കാനായിട്ട് വന്നപ്പോ അവിടെ മൊത്തം ചോറും പലതരത്തിലുള്ള കറികളും എല്ലാം കൊണ്ടും നിറഞ്ഞിരിക്കുക. 100 കണക്കിന് ഐറ്റംസ് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അന്നേരം ഉടനെ ഇത് കണ്ടപ്പോ ചൈതന്യ മഹാപ്രഭു ചിന്തിക്കുകയാണ്, എത്ര നല്ല നിവേദ്യം, എന്തായാലും ഞാൻ കുറച്ചെല്ലാം എടുക്കാമെന്ന് ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ചിന്തിച്ചു. പക്ഷെ ഈ മഹാപ്രഭുവിനെ അറിയത്തില്ലായിരുന്നു ഇത് മൊത്തത്തിൽ മഹാപ്രഭുവിന് വേണ്ടി മാത്രമാണ്, ഇത് കൂടാതെ വേറെയുണ്ട്. അന്നേരം ഉടനെ ഒരു മുറി നിറച്ച് വിഭവങ്ങളാണെന്നുള്ളതാണ്, അതെല്ലാം മഹാപ്രഭുവിന് വേണ്ടി മാത്രമായിട്ടുള്ളത്. അന്നേരം ഭഗവാന് മനസ്സിലായി ഇത് ഭഗവാൻ ഇട്ടുള്ള പടിയാണെന്ന് പറഞ്ഞപ്പം ഭഗവാൻ പറഞ്ഞു, ഞാൻ ഇത്രയൊന്നും കഴിക്കത്തില്ല, ഞാൻ സന്യാസിയാണെന്ന്. അന്നേരം അദ്വൈതാചാര്യൻ പറഞ്ഞു, നമ്മളെ പറ്റിക്കരുത്, അങ്ങേ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന കഴിച്ചാൽ ബാക്കി നമ്മൾ എടുത്തോളാം. അന്നേരം ഭഗവാൻ പറഞ്ഞു, ഇല്ലില്ല, കഴിച്ചിട്ടൊന്നും ബാക്കി വെക്കാൻ പാടില്ല, കാരണം ഞാൻ അങ്ങനത്തെ സന്യാസിയല്ല. പക്ഷെ അദ്വൈതാചാര്യൻ നിർബന്ധിപ്പിച്ച് ഭഗവാനെ കൊണ്ട് കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ എന്ത് വിചാരിച്ചു, കൊടുക്കുന്നതിന്റെ പകുതി മാത്രമേ ഭഗവാൻ എടുക്കുവാൻ. പക്ഷെ ഭഗവാൻ കഴിച്ച് തീരുന്നതിന് മുമ്പേ അടുത്തത് വീണ്ടും നിറയ്ക്കുന്നുള്ളതാണ്. ഇങ്ങനെ ഭഗവാൻ കഴിച്ചു തീരുന്നതിന് മുമ്പേ വീണ്ടും നിറയ്ക്കും. അന്നത്തെ ഭഗവാൻ പറയും, മതി, ഇനി നിറയ്ക്കരുത്, ഇതെല്ലാം നിറഞ്ഞുകൊണ്ടിരിക്കുക, എത്ര ഞാൻ കഴിക്കാറുണ്ട്. അന്നേരം ഉടനെ അദ്വൈതാചാര്യ പറഞ്ഞു, അങ്ങ് പകുതി കഴിച്ചാൽ മതി, എന്നിട്ട് പകുതി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പകുതി നിറയ്ക്കും എന്നുള്ളതാണ്. അന്നേരം ഭഗവാൻ എന്താ തീരുമാനിച്ചാൽ പകുതി കഴിച്ചിട്ട് നിർത്താന്ന്, എന്നിട്ട് വീണ്ടും നിറയ്ക്കും. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള സംഭവം നടക്കുകയാണ്. ചൈതന്യ മഹാപ്രഭു വിചാരിച്ചു ഇത് ഒരുപാട് പ്രസാദമാണെന്ന്. പക്ഷെ നിത്യാംപ്രഭു പറഞ്ഞു ഇതൊന്നുമില്ലെന്ന്. അന്നേരം നിത്യാംപ്രഭു പറഞ്ഞു, ഞാൻ വിചാരിച്ചു എന്റെ വയറ് നിറച്ച് എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന്, പക്ഷെ ഈ പിശുക്കനായ അദ്വൈതൻ കാരണം എനിക്ക് ഇന്ന് ഉപവാസം ഇരിക്കേണ്ടി വരുമെന്ന്. നിങ്ങൾ ഈ തന്ന ഭക്ഷണം കൊണ്ട് എന്റെ പകുതി വയറ് പോലും നിറയ്ക്കാൻ പറ്റിയില്ലെന്നോ. അന്നേരം അദ്വൈതാചാര്യ പറഞ്ഞു, അങ്ങാണെങ്കിൽ നിത്യാംപ്രഭുവിനോട് പറയാം, അങ്ങാണെങ്കിൽ ഒരു അവധൂതനാണ്, അങ്ങ് ചിലപ്പോൾ ഫലമൂലാദികളൊക്കെ കഴിക്കും, ചിലപ്പോൾ ഉപവാസം ഇരിക്കും. അന്നേരം നമ്മളെപ്പോലെയുള്ള ദരിദ്ര ബ്രാഹ്മണരുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് എന്ത് തരുന്നോ അതിൽ തൃപ്തിപ്പെട്ടിട്ടിരിക്കുക, അതുകൊണ്ട് അത്യാഗ്രഹമൊക്കെ മാറ്റാൻ പറഞ്ഞു. നിത്യാംപ്രഭു പറഞ്ഞു, അങ്ങാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങയുടെ കർത്തവ്യമാണ് എന്റെ വയറ് നിറച്ച് ഭക്ഷണം തരുക എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട്
അങ്ങ് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഈ അവധൂതനായിരിക്കുന്നത്. വെറുതെ ബ്രാഹ്മണർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. അന്നേരം ഇങ്ങനെ ഇവർ തമ്മിൽ എപ്പോഴും തമാശ പറയും. അദ്വൈതാചാര്യനും നിത്യാംബരവും പോലെ. അന്നേരം അദ്വൈതാചാര്യർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 40-80 കിലോ ഉള്ള പാചകം വേവാത്ത അരി വരെ കഴിക്കാൻ പറ്റും. പക്ഷെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ബ്രാഹ്മണരാണ്. അതുകൊണ്ട് ഇത്രയും അരിയൊന്നും നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. നമുക്ക് ഇത്രയൊക്കെ പറ്റൂ. ഇങ്ങനെ രണ്ടുപേരും, അദ്വൈതാചാര്യരും നിത്യാംബരവും, എപ്പോഴും ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് നിത്യാംബരം പറഞ്ഞു, എനിക്ക് എന്തായാലും വയറെന്നറിയുന്നില്ല, എന്തായാലും എടുത്തോണ്ട് പോകും നിങ്ങളുടെ ഭക്ഷണമൊക്കെ, ഇതുകൊണ്ട് എന്താവാനാണ്. എന്നിട്ട് ഒരു പിടി ഭക്ഷണം എടുത്തിട്ട് ദേഷ്യമായതുപോലെ എടുത്ത് ഒറ്റയേറി. അന്നേരം ആ 1-2 ധാന്യങ്ങൾ അദ്വൈതാചാര്യരുടെ ദേഹത്ത് കൊണ്ടെന്നുള്ളതാണ്. അന്നേരം ഉടനെ അദ്വൈതാചാര്യക്ക് രോമാഞ്ചം വന്നു. അതായത് നിത്യാംബരം കഴിച്ചതിൻ്റെ ഉച്ചിഷ്ടം. അന്നേരം നിത്യാംബരം എന്ന് പറഞ്ഞ അവധൂതനാണ്, ഒന്നും പറയാൻ പറ്റില്ല, എപ്പോ എന്താ ചെയ്യും. ഇതിനുശേഷം ഇങ്ങനെ പല രസകരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നു. അതിനുശേഷം ഭഗവാന്റെ കൈ കഴുകി, നിത്യാംബരവും കഴുകി. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നിന്റെ ആഗ്രഹ പ്രകാരം തന്നെ എന്നെ കൊണ്ട് പല കാര്യങ്ങളും നീ ചെയ്യിപ്പിച്ചു, അതുകൊണ്ട് ഇനി നേരെ പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്വൈതാചാര്യരും മുകുന്ദനും ഹരിദാസ് ഠാക്കൂർജിയും ഭക്ഷണം കഴിച്ചു. അവർക്കെല്ലാം വലിയ സന്തോഷമായി. ഇങ്ങനെ ഒരു ലീല നടന്നു. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവും നിത്യാംബരവും കൂടെ ജഗന്നാഥ്പുരിയിലേക്ക് യാത്രയാകും. ആ യാത്രക്കിടയിൽ നിത്യാംബരഭു ചൈതന്യ മഹാപ്രഭുവിന്റെ ദണ്ഡ പൊട്ടിക്കുകയാണ്, 3 കഷ്ണമാക്കിയതാണ്. കാരണം വൈഷ്ണവ രീതി അനുസരിച്ച് സന്യാസം എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അന്നേരം നിത്യാംബരവിന് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു. ഭഗവാൻ എന്തിനു സന്യാസം എടുത്തു? ആ ദേഷ്യമെല്ലാം തീർത്തത് സന്യാസ ദണ്ഡ എടുത്താണ്. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, നീ എന്തിനാണ് എന്റെ ദണ്ഡ പൊട്ടിച്ചത്? അന്നേരത്തേക്ക് ഉടനെ നിത്യാംബരൻ, ഞാനൊന്നും പൊട്ടിച്ചിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ പൊട്ടിയതെന്ന്. അന്നേരം ഭഗവാൻ പറഞ്ഞു, നിന്റെ കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നമാണ്, ഞാൻ ഇനി ഒറ്റയ്ക്കേ പോകുന്നുള്ളൂ പറഞ്ഞ്. അങ്ങനെ മഹാപ്രഭു നേരെ ഒറ്റയ്ക്ക് ജഗന്നാഥ്പുരിയിലേക്ക് പോവുകയാണ്. പുറമെ നിത്യാംബരവും ഉണ്ട്. ഇനി ജഗന്നാഥ്പുരിയിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് നടന്നതെന്ന് നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ 6 മണിക്ക് ചർച്ച ചെയ്യാം. അന്നേരം ഞാൻ പറഞ്ഞതുപോലെ മഹാപ്രഭുവിൻ്റെ ഈ ലീലകൾ എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന തത്വങ്ങളാണ്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല, പക്ഷേ നമുക്ക് കേട്ട് ആസ്വദിക്കാം എന്ന് മാത്രമേ പറ്റൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ലീലകൾ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്ന് വൈകിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളോട് ചർച്ച ചെയ്യാം കേട്ടോ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ലീല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിലിടാം.
വേറെ സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി വൈകുന്നേരത്ത് നമുക്ക് 6 മണിക്ക് ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ.